എല്ലായ്പ്പോഴും ഉച്ചയ്ക്കത്തെ ചോറും കറികളൊക്കെയല്ലേ നിങ്ങൾ കാണാറ്. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരത്തെ റുട്ടീൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് രാത്രിയത്തിന് ചപ്പാത്തിക്ക് കറിയായിട്ട് ഞാൻ പാലക് പനീറാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ആണെങ്കിൽ 3 നേരം എനിക്ക് കുക്ക് ചെയ്യണം. ഉച്ചയ്ക്കുള്ള കറികളൊന്നും വൈകിട്ട് ചപ്പാത്തിക്ക് കഴിക്കില്ല. അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഡിഫറെൻറ്റ് ആയിട്ടുള്ള കറികൾ ഞാൻ ചപ്പാത്തിക്ക് വേണ്ടി ഉണ്ടാക്കണം. പാലക് പനീറിൻ്റെ റെസിപ്പി അറിയാത്തവർക്കായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയും കൂടി ഒന്ന് കാണിക്കാം കേട്ടോ. പനീറിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനിയും പാലക്കിനായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പാലക്ക് ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ആ പാലക്കിന് ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ട് പോകാതിരിക്കാനാണ്. എന്നിട്ട് 2 മിനിറ്റ് തിളച്ച വെള്ളത്തിലാക്കിയതിന് ശേഷം ഇതുപോലെ സ്ട്രെയിനറിലൂടെ എടുത്ത് മാറ്റി വെക്കണേ. എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ മാരിനേഷനായിട്ട് വെച്ച പനീർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് ഇതിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റണം. ഒരുപാട് നേരം പനീർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡായി പോകും. ഇനി അതേ എണ്ണയിലേക്ക് ഒരു നുള്ളു ജീരകം ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് ഒരു വലിയ സവാള 2 പച്ചമുളകും പൊടിയായി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ചോപ്പ് ചെയ്ത ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. എന്നിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ച പാലക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് മിക്സിയുടെ ജാറ് കഴുകിയിട്ടാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ആണെങ്കിൽ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പനീറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. 10 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാമല്ലോ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം ഇതിനെ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീം കേട്ടോ. എന്നിട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പാലക് പനീർ റെഡി ആയിട്ടുണ്ട്. രാത്രിത്തിന് കഴിക്കാനായിട്ടാണ് കുറച്ചാണെങ്കിൽ ദഹിബടയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഈ ചൂട് സമയത്ത് ദഹിബട നല്ല തണുപ്പാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഉഴുന്ന് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലേക്കാക്കി ഒരു ഐസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഉഴുന്നുവടയ്ക്ക് അരച്ചെടുക്കൂലേ, അതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഇത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അടച്ചു മാറ്റി വെക്കാം. എന്നിട്ട് വേണ്ട ഓയിൽ ഇതുപോലെ ചെറിയ ബോൾസ് ആയിട്ട് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണേ. എന്നിട്ട് ഒരു പാത്രത്തിലേക്കാണെങ്കിൽ കുറച്ച് പുളിയില്ലാത്ത തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഈ ഒരു ബോൾസ് ഉണ്ടല്ലോ, ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ആ ഒരു വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് തന്നെ നമ്മുടെ ഈ ഒരു മോരിലേക്ക് ആക്കി കൊടുക്കണേ. അപ്പം അങ്ങനെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ ദഹിബട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ വാളൻപുളിയും ശർക്കരയും കൂടി ചേർത്ത് ഉരുക്കി ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകും. നമ്മുടെ ദഹിബടയ്ക്കും പിന്നെ ആണെങ്കിൽ നമ്മൾ പാനിപ്പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊരു ചെറിയ മധുരവും ചെറിയൊരു പുളിയാണ് കൊടുക്കുന്നത്. പിന്നെ ആണെങ്കിൽ കുറച്ച് ചാട്ട് മസാല ഇട്ട് കൊടുക്കാം, കുറച്ച് കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് തണുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മുടെ ശരീരത്തിനും നല്ലതാണ്, മനസ്സിനും നല്ലതാണ്. അപ്പോൾ ഞാൻ തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും എൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട് പൊറോട്ട അടിക്കാനായിട്ട്. ഇത് ഫ്രോസൺ പൊറോട്ടയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേനും അവൻ അടിച്ചു തരാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഈ പാലക് പനീറിൻ്റെ കൂടി ഒരു പൊറോട്ട അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഞങ്ങളുടെ ഇതൊക്കെയായിരുന്നു.